CMRലും എക്സാലോജിക്കും തമ്മിലുള്ള കേസുമായി ബന്ധപ്പെട്ട് ED കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടത്തിയ റെയ്ഡ്, അത് ലോക്കർ തുറന്ന് പരിശോധിക്കുന്നു, ബാങ്ക് രേഖകൾ പരിശോധിക്കുന്നു. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയ റെയ്ഡിലെ പൊരുത്തക്കേടുകൾക്ക് സമാനമായിട്ടാണ് EDക്ക് നൽകിയ മൊഴിയിലും വീണ നൽകിയ പൊരുത്തക്കേടുള്ള മൊഴി. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടി വെച്ച് പരിശോധിക്കുമ്പോൾ ആദായ നികുതി വകുപ്പിനെ വലിയ തോതിൽ പറ്റിച്ചിട്ടുണ്ട്. ആ കബളിപ്പിച്ചത് വീണ നേരിട്ടാണോ എന്നുള്ളതാണ് സംശയം. അപ്പോൾ വീണ നേരിട്ടല്ല, ഒരു 312 കോടിയുടെ കണക്ക് പിന്നാലെ പോകുന്നുണ്ട്. അപ്പോൾ വീണയുടെ തിരുവനന്തപുരം HDFC ബാങ്കിലെ അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ പല അക്കൗണ്ടുകളിൽ നിന്ന് പണം വന്നതിൻ്റെ സ്രോതസ് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതെന്തിനാണ് അവിടെ നിന്നൊക്കെ വരുന്നത്? അങ്ങനെയാണെങ്കിൽ അവർക്കൊക്കെ എന്തെങ്കിലും സേവനം ചെയ്തു കൊടുക്കണം. അപ്പോൾ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി CMRൽ നൽകിയ സേവനം എന്താണെന്ന് ചോദിച്ചപ്പോൾ അത് സംബന്ധിച്ചുള്ള രേഖകളൊന്നും ഇപ്പോൾ കയ്യിലില്ല, കമ്പനി അടച്ചുപൂട്ടി, അന്നത്തെ ജീവനക്കാർക്കേ അറിയുള്ളൂ. ഇതൊക്കെയാണ് വീണ പറയുന്നത്. അപ്പോൾ SFIയുടെ അന്വേഷണത്തിൽ കുറ്റം കണ്ടെത്തി, EDയുടെ അന്വേഷണത്തിലും ഏതാണ്ട് കുരുങ്ങുന്ന അവസ്ഥയായി. മാത്രമല്ല ഈ ആദായ നികുതി വകുപ്പിൻ്റെ അന്വേഷണത്തിൽ വലിയ തട്ടിപ്പുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഇനി ഇവിടെ അന്വേഷണത്തിന് വരേണ്ടത് CBI ആണ്. അപ്പോൾ CBI എന്ന് പറയുന്ന ഒരു കേന്ദ്ര ഏജൻസി കൂടി കേരളത്തിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അടുത്ത ദിവസം സമൻസ് കൊടുത്തിട്ട് വീണയെ വിളിപ്പിച്ച് ED ചോദ്യം ചെയ്യും. ഈ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ CBI രംഗത്തേക്ക് വരും. അതോടുകൂടി വീണയുടെ കംപ്ലീറ്റ് നിയന്ത്രണം പോകും. എന്ന് പറഞ്ഞാൽ കുറേ കരഞ്ഞ് വിളിക്കാമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് കേസിൽ നിന്ന് രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല. ഇല്ല, വീണ കരഞ്ഞുകൊണ്ടിരിക്കുകയേ ഉള്ളൂ. കാരണം ഈ കേസിൽ വീണ വെറും ഒരു മാപ്പുസാക്ഷിയാവാനാണ് സാധ്യത. പക്ഷേ കോടതി ഇങ്ങനൊരു കേസിൽ അവരെ മാപ്പുസാക്ഷിയാക്കാൻ യാതൊരു വഴിയുമില്ല. കാരണം പ്രത്യക്ഷത്തിൽ അവരാണല്ലോ എല്ലാത്തിനും ഉത്തരവാദി. അവരുടെ പേരിലാണ് കമ്പനി ഇപ്പോൾ കാണാനില്ല എന്ന് പറഞ്ഞാൽ ആരാണ് കമ്പനി ഉണ്ടാക്കിയത്? വീണയുടെ ഒപ്പ് ഉപയോഗിച്ച് അപേക്ഷിച്ചിട്ടുണ്ടാവും. വീണയല്ല കമ്പനി ഉണ്ടാക്കിയത്. ആരാണ് കമ്പനി ഡിസോൾവ് ചെയ്തത്? അതും വീണയല്ല. എന്തിനാണ് പണം ആരാണ് പണം അയച്ചത് എന്ന് വീണക്ക് അറിയാമെങ്കിൽ പോലും എന്ത് സേവനത്തിനാണ് പണം വന്നത്? പണം വന്നു, കമ്പനിയുടെ അക്കൗണ്ടിൽ വന്നു, പണം സ്വീകരിച്ചോളാൻ പറഞ്ഞു, സ്വീകരിച്ചു, അതിന് ടാക്സ് അടക്കാൻ പറഞ്ഞു, അത് വൈകിയാണെങ്കിലും അത് അടച്ചു. പക്ഷേ എപ്പോഴാണ് അതുപോലും ഇത് കേസ് പിടിച്ചതിന് ശേഷം ടാക്സ് അടക്കുന്നത്, ഓർമ്മയില്ലേ? അപ്പോൾ അങ്ങനെയാണ് അത് വെളുപ്പിച്ചത്. അപ്പോൾ ഇതിലൊരു കാര്യം തീർച്ചയാണ്, ഈ പിണറായി വിജയൻ്റെ ചെയ്തികൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലുടനീളം ഇത്തരത്തിൽ കള്ളക്കളികൾ നിറഞ്ഞതാണ്. അദ്ദേഹം അഴിമതി പണം കൈപ്പറ്റിയതൊന്നും അദ്ദേഹത്തിൻ്റെ പേർക്കല്ല. ഇനി ഇത് ഇന്നല്ലെങ്കിൽ നാളെ പിടിക്കപ്പെടുമെന്ന് അദ്ദേഹത്തിന് വിചാരമുണ്ടായിരുന്നെങ്കിൽ ഈ നിരപരാധികളായി വീട്ടിലിരിക്കേണ്ട കുടുംബിനികളായി കഴിയേണ്ട ഭാര്യയുടെ പേരിലോ മക്കളുടെ പേരിലോ അദ്ദേഹം ഇത്തരം കമ്പനികൾ തുടങ്ങുമായിരുന്നില്ല. SNC ലാബിൽ വന്ന കാലത്ത് ഭാര്യയുടെ പേരിലാണ് കമ്പനി തുടങ്ങിയിരുന്നത്, മദ്രാസ് ബേസ് ചെയ്തിട്ട്. ആ കമ്പനി പിന്നെ കാണാതായി, ഓർമ്മയില്ലേ? കമല എക്സ്പോർട്സ് എന്ന് പറഞ്ഞിട്ട് പേപ്പർ കമ്പനി. അതുപോലെയാണ് ഇപ്പോൾ എക്സാലോജിക്കും ചെയ്തത്. അപ്പോൾ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവ് നിരന്തരമായി അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അഴിമതി നിർഭരമായൊരു ജീവിതത്തിൻ്റെ ഒരു കരുക്കൾ മാത്രമാണ് ഈ മക്കൾ എന്ന് പറയാം. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു കുറെ കൂടി ഈ ഒരു പാവ പോലെ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റിയ ഒരാളാണ് വീണ. അദ്ദേഹത്തിന് അതേ സമയത്ത് അദ്ദേഹത്തിന് പുത്രനുണ്ടല്ലോ. എന്താ പുത്രനെ പൊതുജീവിതത്തിൽ കാണാത്തത്? 2 കാരണം കൊണ്ട് ആ ചോദ്യം പ്രസക്തമാണ്. ഒന്ന്, പിണറായി വിജയൻ രാജ്യത്തെ പാവങ്ങളുടെ മക്കളെ മുഴുവനും സമരത്തിനിറക്കി തെരുവിൽ തല്ലുകൊള്ളാനും അംഗവൈകല്യം വരാനും സമരം ചെയ്യാനും പോകുമ്പോൾ അവരെ അസ്വാശ്രയ കോളേജ് വിട്ട് പഠിപ്പിച്ച് വലിയ ഉദ്യോഗത്തിലേക്ക് കൊണ്ടുപോകും. 1. 2, ഈ കുട്ടികൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും തെരുവിൽ SFI സിന്ദാബാദ് വിളിച്ചിട്ടുണ്ടോ ആ മക്കള്? ഇല്ല. ഇതൊക്കെ അത്ഭുതകരമായ മാതൃകയാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയൻ താരതമ്യേന എനിക്ക് തോന്നുന്നു കുറച്ച് ബുദ്ധിയും വിവരവും ഒക്കെ കാണിച്ചൊരു മോനാണ് വിവേക്. അവൻ ഈ ഗുലുമാലിലേക്കൊന്നും ഇല്ല. അവൻ്റെ പണിയും ചെയ്തുകൊണ്ട് ജീവിക്കുന്നുണ്ട്. ഈ കുട്ടിക്ക് അങ്ങനെ പണിയെടുത്ത് ജീവിക്കാൻ പോലും ഉള്ള കാലിബർ ഇല്ലാത്തതുകൊണ്ടാണ് ഈ കുട്ടി ഈ പണിയൊക്കെ ചെയ്യുന്നത്. ആ കുട്ടികളുടെ പണി എന്താണെന്ന് വെച്ചാൽ അച്ഛൻ പറയുന്നിടത്ത് ഒപ്പിട്ട് കൊടുത്തിട്ട് അച്ഛൻ്റെ ചെലവിൽ വരുന്ന പണം സ്വീകരിച്ച് ഇങ്ങനെ സുഖിച്ച് കഴിയുക എന്നുള്ളതാണ് ആ കുട്ടിയുടെ ഒരു രീതി. അതുകൊണ്ടിപ്പോൾ EDയുടെ മുമ്പിൽ ആ കുട്ടി പറഞ്ഞത് ശരിയായിരിക്കും. ചിലതൊക്കെ ഒരു 9 മണിക്കൂർ ചോദ്യം ചെയ്യുമ്പോൾ കുറച്ച് വക്കീൽ പറഞ്ഞു കൊടുത്ത ഓർമ്മയുണ്ടാവും. ആ പഠിച്ചു വെച്ച ചോദ്യത്തിനല്ലേ ഉത്തരം പറയാൻ പറ്റും. അതിനപ്പുറത്ത് ഉപചോദ്യങ്ങളും ക്രോസ് ക്വസ്റ്റ്യൻസും വരുമ്പോഴോ? അതാണ് പ്രശ്നം. ഈ ബാങ്ക് അക്കൗണ്ട് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഏറ്റവും വലിയ കുഴയ്ക്കുന്നത്, ഈ ബാങ്ക് അക്കൗണ്ട് എവിടെ നിന്നെങ്കിലും ഒരു സോഴ്സിൽ നിന്നാണല്ലോ പണം വരണ്ടേ. ആ സ്രോതസ് എന്താണ്? നിങ്ങൾക്ക് ഈ പണം വരാനുള്ള സ്രോതസ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് നിൽക്കാം. പിന്നീട് ഈ പണം എടുത്ത് ചെലവഴിക്കണമല്ലോ. ഈ ചെലവഴിച്ച് എന്തിനു വേണ്ടി ചെലവഴിച്ചു? ഇതും പ്രശ്നമാണ്. ഇവിടെ എക്സാലോജിക്കിന് മുന്നിൽ ജീവനക്കാർ നൽകിയ മൊഴി അനുസരിച്ച് പ്രത്യേകിച്ച്
സേവനമൊന്നും CMRL ചെയ്തു കൊടുത്തില്ല. അങ്ങനെ പ്രത്യേകിച്ച് സേവനം ചെയ്യാതെ ഒരു കമ്പനി ഈ എക്സാലോജിക് എന്ന് പറയുന്ന വീണയുടെ കമ്പനിക്ക് പണം കൊടുക്കണമെങ്കിൽ അതിനെ അഴിമതി പണമെന്നോ കള്ളപ്പണമെന്നോ ആണല്ലോ പറയണ്ടേ. അപ്പൊ വീണയ്ക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നത് എൻ്റെ പണമല്ല, എൻ്റെ അച്ഛൻ്റെ പണമാണ് എന്ന് പറയേണ്ട ഒരു അവസ്ഥ വരും. പക്ഷേ ഇവിടെ ആദായ നികുതി വകുപ്പിനെ വെട്ടിച്ചു എന്നുള്ളത് വളരെ ക്രിമിനൽ കുറ്റം. അത് SFIയുടെ അന്വേഷണത്തിൽ തെളിഞ്ഞതാണ്. ആ രേഖകൾ കോടതി പറഞ്ഞിട്ട് EDക്ക് കൊടുക്കണമായിരുന്നു. അപ്പോൾ EDക്ക് കൈ കിട്ടുന്ന ഇന്നോ തിങ്കളാഴ്ചയോ ഒക്കെ ആയിട്ടായിരിക്കും. അതിനുശേഷം വീണ്ടും സമൻസ് അയച്ച് വീണയെ വിളിച്ചു വരുത്തും. അപ്പോൾ വീണയെ പ്രാഥമിക ഘട്ടത്തിൽ, അതായത് ആദ്യഘട്ടത്തിൽ നടത്തിയ ചോദ്യം ചെയ്യൽ അവർ പറഞ്ഞ പല ചോദ്യങ്ങളുടെ ഉത്തരവും അവ്യക്തമാണ്. എനിക്ക് ഓർമ്മയില്ല, എനിക്കതറിയില്ല, ഇതൊന്നും EDയുടെ അടുത്ത് പറഞ്ഞു നിൽക്കാൻ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞാൽ ഈ കേസ് അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെടാം. അത് CBIയിലേക്ക് വരാം. കാരണം കോടികളുടെ അളവ് എന്ന് പറയുന്നത് 300 കോടിക്ക് മുകളിലേക്ക് പോയി. അത്രയും പണത്തിൻ്റെ ട്രാൻസാക്ഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല ഈ CBI ഇവിടെ അന്വേഷണത്തിന് വരുമ്പോൾ നേരത്തെ SFIOയ്ക്ക് ബംഗളൂരുവിൽ പോയി മൊഴി കൊടുത്തതുപോലെ EDക്ക് ഇനി കൊച്ചിക്ക് അപ്പുറത്തേക്ക് പോയി മൊഴി കൊടുക്കാൻ വീണയ്ക്ക് കഴിയുകയുമില്ല. അപ്പോൾ 9 മണിക്കൂർ തുടർച്ചയായി ചോദ്യം ചെയ്യുമ്പോൾ കിട്ടിയ മൊഴി, ഈ പറയുന്ന ബാങ്ക് ലോക്കർ തുറന്ന് പരിശോധിക്കുമ്പോഴുണ്ടാകുന്ന വീണയുടെ മാനസിക സമ്മർദ്ദം, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടത്. അല്ലാതെ ഈ ലോക്കറിൽ കൊണ്ടുപോയി രേഖകൾ ഒളിപ്പിച്ചു എന്ന് വിശ്വസിക്കാനും മാത്രം മണ്ടന്മാരൊന്നും അല്ലല്ലോ കേരളത്തിലെ ജനങ്ങൾ. മാത്രമല്ല ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത പിണറായി വിജയൻ അത് ഒളിപ്പിക്കാനുള്ള മാർഗം അറിയാം. പക്ഷേ 9 മണിക്കൂറോളം EDയുടെ ഓഫീസിൽ, 3 മണിക്കൂറോളം ഇന്നലെ തിരുവനന്തപുരത്ത് ഈ EDയുടെ റെയ്ഡിൽ ഈ ലോക്കർ പരിശോധിക്കാനായിട്ട് ഇരുന്നോർത്തു. ഇനിയും ഒരു 7-8 മണിക്കൂർ വീണ്ടും EDയുടെ ഓഫീസിലേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കുടുങ്ങുകയും ഒടുവിൽ CBI അന്വേഷണത്തിൽ ഇതെല്ലാം തുറന്നു പറയുകയും ചെയ്യും. വീണയ്ക്ക് ഇനി രക്ഷപ്പെടാൻ മാർഗം കരച്ചിലല്ലോ, ഞാനല്ല എൻ്റെ അച്ഛനാണ് എന്ന് സമ്മതിക്കുന്ന ഒരു ഘട്ടം അതത്ര വിദൂരവുമല്ലല്ലോ. അല്ല, അത് വേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ 2 കാരണം കൊണ്ട്. ഒന്ന്, ഈ കേസിൽ ഏറെക്കുറെ ഇപ്പോൾ വീണ തൈക്കണ്ടി ഒറ്റക്കായി കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. പരമാവധി നോക്കി പിണറായി വിജയന് ഉള്ള ബുദ്ധി വെച്ചിട്ട് അദ്ദേഹത്തിന് ചെയ്യാവുന്നൊക്കെ ചെയ്തു നോക്കി. പരമാവധി അധികാരമുള്ള സമയത്ത് ഈ EDയുടെ ചോദ്യം ചെയ്യലിൽ നിന്ന് പരമാവധി രക്ഷപ്പെടുത്താൻ നോക്കി. 2, റെയ്ഡ് പരമാവധി നീട്ടിവെച്ചു. റെയ്ഡിന് വന്നപ്പോൾ പിണറായി വിജയൻ ഉള്ള വീട് എന്ന നിലയിൽ ആ വാടക വീട്ടിൽ, സത്യത്തിൽ അത് റിയാസും വീണയും താമസിക്കുന്ന വീടാണ്, ആ വീട്ടിൽ ഇവരുടെ അച്ഛനുണ്ടായിരുന്നു, അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്, അല്ലെങ്കിൽ അദ്ദേഹം മുൻ മുഖ്യമന്ത്രിയായിരുന്നു എന്ന കാരണത്താലാണ് ഗുണ്ടകളെ വിളിച്ചിട്ട് ഈ EDയെ ആക്രമിച്ചത്. അത് അതിനേക്കാളും വലിയ വിവരക്കേടായി. ഇനി അവസാനം ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ അവസാനം വരെ പറഞ്ഞു നിന്നത് എന്താ? ഒന്ന് നേരിട്ട് ചെല്ലാൻ വയ്യ, ആരോഗ്യ പ്രശ്നം, മാറ്റി വെച്ച് അവസാനത്തെ ആൻസർ എന്താ? ഞാൻ വക്കീലിനെ പറഞ്ഞയക്കാം. അപ്പോൾ അവർ പറഞ്ഞ ഉത്തരം വളരെ കൃത്യമാണ്. നിയമത്തിൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്യേണ്ടത് ആരെയാണ്? കുറ്റാരോപിതയായ വ്യക്തിയാണ്, അല്ലാതെ വക്കീലിനല്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ വരണം. അങ്ങനെ പറയാൻ പോകുമ്പോഴാണ് അവസാനം നിയമത്തിന് മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. അവിടെ ആ ഘട്ടം എത്തിയപ്പോൾ ആലോചിച്ച് നോക്കൂ, അതുവരെ രക്ഷിച്ചവരൊന്നുമില്ല. പിണറായി വിജയനില്ല, പാർട്ടിയില്ല, ഭർത്താവ് പോലും ഇറക്കി വിട്ടിട്ട് പോയി, ഒരക്ഷരം മിണ്ടാനുമില്ല. ഇപ്പോൾ പറയുന്നത് നിയമത്തിൻ്റെ വഴിക്കാണ്. ഈ വാക്ക് നേരത്തെ പറയാമായിരുന്നു, നിയമത്തിൻ്റെ വഴിക്ക്. അതുകൊണ്ട് ഇനി പറയാൻ പോകുന്നത്, എനിക്ക് തോന്നുന്നു കാര്യങ്ങൾ വളരെ കൃത്യമായ ഒരു ദിശയിലെത്തിയിരിക്കുകയാണ്. നിയമത്തിൻ്റെ വഴിക്കാണ്. വീണ തൈക്കണ്ടി എന്ന വ്യക്തി ചെയ്ത കുറ്റമാണ്, പിണറായി വിജയനല്ല. പണ്ട് അങ്ങനെയല്ല പറഞ്ഞിരുന്നത്. വീണയെ ടാർഗറ്റ് ചെയ്യുന്നത് പിണറായിയെ ടാർഗറ്റ് ചെയ്യാനാണ്, പിണറായിയെ ടാർഗറ്റ് ചെയ്യുന്നത് പാർട്ടിയെ ടാർഗറ്റ് ചെയ്യാനാണ്, പാർട്ടിയെ ടാർഗറ്റ് ചെയ്യുന്നത് ഇടതുപക്ഷത്തെ തകർക്കാനാണ്. ഇപ്പോൾ ഒന്നുമില്ലല്ലോ പറയണത്, ഒന്നുമില്ല. ഇപ്പോൾ വീണ തൈക്കണ്ടി എന്ന വ്യക്തി കുറ്റം ചെയ്തിരിക്കുന്നു എന്ന അവസ്ഥയിലേക്ക് പാർട്ടിയും പിണറായി വിജയനും ഒക്കെ കൈ കഴുകി കളയുമ്പോൾ വീണ തൈക്കണ്ടിക്ക് സത്യം പറയേണ്ടി വരും. കാരണം ആ കുട്ടി, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഇത്രയൊന്നും അന്താരാഷ്ട്ര ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യാനുള്ള ബുദ്ധിയൊന്നും ആ കുട്ടിക്ക് ഉള്ളതായിട്ട് ആ കുട്ടിയുടെ ചരിത്രം തെളിയിച്ചിട്ടില്ല. അതുകൊണ്ട് സംഭവം വളരെ കൃത്യമാണ്. കൃത്യമായ ആൻസർ ആ കുട്ടി പറയും. അത് പറയുമ്പോൾ ഇതിൻ്റെ വോള്യം കൂടും. ഇത് വോള്യം കൂടുന്നത് എന്താണ്? ഒന്ന്, ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത വഴിവിട്ട സഹായങ്ങൾ, ഒട്ടേറെ വഴിവിട്ട സഹായങ്ങൾ ഈ CMRL ചെയ്തു കൊടുക്കുകയാണ്. ആ കമ്പനിയാണെങ്കിൽ പ്രാധാന്യമുള്ള കമ്പനിയാണ്. ഒന്ന്, രാജ്യരക്ഷാ പ്രാധാന്യമുള്ള ധാതു ലവണങ്ങൾ കൈകാര്യം ചെയ്യുന്ന കമ്പനിയാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, പബ്ലിക്കിന് ഷെയറുള്ള കമ്പനിയാണ്. മൂന്നാമത് KSIDC എന്ന് പറയുന്ന കേരള ഈ പൊതുമേഖലാ സ്ഥാപനത്തിന് ഷെയറുള്ള കമ്പനിയാണ്. ആ കമ്പനിക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കേണ്ടത് ആരാണ്? യഥാർത്ഥത്തിൽ അത് വ്യവസായ വകുപ്പിൽ നിന്ന് ഈ പൊല്യൂഷൻ കൺട്രോൾ മാത്രം മുഖ്യമന്ത്രി ഏറ്റെടുത്തിട്ട് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. അതൊന്ന്. രണ്ടാമത്, കേന്ദ്ര നിയമമുണ്ട്. ദേശീയ സുരക്ഷാ നിയമങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള ധാതുക്കളെ കൈകാര്യം ചെയ്യാൻ കടുത്ത വിലക്കുണ്ട്. 2019 ആ നിയമം വന്നു. 24
കഴിഞ്ഞിട്ട് അത്രയും കാലം പൂഴ്ത്തി വെച്ചിട്ട് കേരള മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ആ നിയമം കേരളത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന 5 കൊല്ലം, ആ 5 കൊല്ലം കേരളത്തിൻ്റെ കരിമണൽ നിർബാധ ഊറ്റിയെടുക്കാനുള്ള അവസരം കൊടുത്തു. ഇത്രയും സഹായങ്ങൾ ചെയ്തതിനാണ് ഈ പ്രതിഫലം കൊടുത്തത്. പ്രതിഫലം അത് പണി ചെയ്തു കൊടുത്ത ആരാ? സേവനം ചെയ്തു കൊടുത്തത് മുഖ്യമന്ത്രി. സഹായം വന്നതാർക്കാ? മുഖ്യമന്ത്രിക്ക്. നേരിട്ട് വാങ്ങുന്നതിന് പകരം തന്ത്രപൂർവ്വം മോളുടെ പേരിലുണ്ടാക്കിയ ഒരു കടലാസ് കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് വന്നു. ഞാൻ എങ്ങനെ വന്നു എന്നെനിക്കറിഞ്ഞൂടാ, വന്നു എന്നത് സത്യമാണ്, ശരിയാണ്. ഇനി അതെങ്ങനെ ചെലവഴിച്ചു എന്നും എനിക്കറിഞ്ഞൂടാ, കാരണം അതും ചെയ്തത് ഞാനല്ല. വിദേശത്തെ അക്കൗണ്ടിൽ ഇതേ വീണ വിജയന് വിദേശത്തെ അക്കൗണ്ട് ഉണ്ടാവുന്നു, അക്കൗണ്ടിൽ പണം വരുന്നു, ആ അക്കൗണ്ടിൻ്റെ രേഖകൾ കാണാനില്ല. അപ്പോൾ 2 കാര്യം സംഭവിക്കുന്നു. ഒന്ന്, ഇത് ഗുരുതരമായി അധികാര ദുർവിനിയോഗത്തിൻ്റെ കേസായിത്തീരുന്നു. ഒരു മുഖ്യമന്ത്രി വഴിവിട്ട് പണം സമ്പാദിച്ച അഴിമതിയുടെ കേസായിത്തീരുന്നു. ഇന്ത്യയുടെ സുരക്ഷാ പ്രാധാന്യമുള്ള മർമ്മപ്രധാനമായ നമ്മുടെ മണൽ ധാതു സമ്പത്ത് വലിയ തോതിൽ നഷ്ടപ്പെടുത്തിയതിൻ്റെ ദേശീയ പ്രാധാന്യമുള്ള കേസായിത്തീരുന്നു. മറ്റൊന്ന്, ഇതിന് അന്താരാഷ്ട്ര പ്രാധാന്യം കൂടി വരുന്നു. ഇവിടുത്തെ അഴിമതി പണം കൊണ്ടുപോയി ദുബായിൽ കൊണ്ടുപോയി വെളുപ്പിച്ച് ഇന്ത്യയിലേക്ക് വിദേശ നാണയമായി തിരിച്ചയക്കുന്ന തരത്തിലുള്ള ഇടപാടുകൾ വരുന്നു. എന്തുകൊണ്ടും ഇത് ED ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക കുറ്റകൃത്യം അന്വേഷിച്ച് കൃത്യമായ ഒരു ഉത്തരത്തിൽ ഇത് ഞാനല്ല പിണറായി വിജയനാണ് ചെയ്തത് എന്ന ഉത്തരം വീണ തൈക്കണ്ടിയിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് പോകാൻ സാധ്യതയുള്ളത് തീർച്ചയായിട്ടും CBIയിലേക്ക് തന്നെയാണ്. CBI എന്ന് വരും, എപ്പോൾ വരും എന്നതാണ് ഇനിയുള്ള പ്രധാനപ്പെട്ട ചോദ്യം. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ കേന്ദ്രം പലപ്പോഴും വഴിവിട്ട് സഹായിക്കുന്നു എന്നൊരു സന്ദേഹം പലപ്പോഴും പല ഘട്ടങ്ങളിലും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഇനി ലഭ്യമാകുമോ എന്നൊരു ചോദ്യം. എല്ലാ അധികാരം നഷ്ടപ്പെട്ട് CPMകാർ തന്നെ ചവിട്ടി തള്ളിക്കളഞ്ഞ, ആക്ഷേപിച്ച് പുറത്താക്കി കഴിഞ്ഞ ഒരാളെ ഈ പ്രതിപക്ഷ നേതാവ് എന്ന ഒരു അലങ്കാരം കൂടെ ഉണ്ടെങ്കിൽ പോലും രക്ഷിക്കാനാവുമോ എന്ന ചോദ്യം കൂടി പ്രസക്തമാണ്. എന്തായാലും CBI ആണ് പരിഹാരം, CBIയിലേക്ക് എത്തിച്ചേരും എന്ന കാര്യത്തിൽ തൽക്കാലം നമുക്ക് യാതൊരു സന്ദേഹവും വേണ്ട. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.